ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സീതാസ്വയംവരം. കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുട മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം. പുത്രിയായി വളർത്തും ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം. എന്നോടു മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുട മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ. ദേവകാര്യാർത്ഥം ബന്ധികണ്ഠനിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികളർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയേ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും. യോഗേശൻ മനുഷ്യനായിടുമ്പോളിതു കാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേശ്മനി. തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ ഇത്തം നാരദനരുളി ചെയ്തു മറഞ്ഞിതു. പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാ. മൃത്യുശാസനചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതുമൽപുത്രിക്കെന്നൊരു പണം. ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലിതിനെന്നു പൃഥ്വിപാലകന്മാരും. ഉദ്ധതഭാവമെല്ലാം അകലക്കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടു പോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അദ്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ ത്വൽപ്രസാദത്താലിന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പകസമനായ ചിൽ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യോദായുധ സഹസ്രോദ്യോതരൂപത്തോടും. ഖദ്യോദാന്വയെ പിറന്നൊരു നിൻതിരുവടി വിദ്യുത്സംയുതമായ ജീമൂതമെന്ന പോലെ. ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം. മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജ ഗളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജ ഗളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്ക സംഹരിക്കുന്നു. ത്വൽപാദാംബുജ ഗളിതാംബുധാരണം കൊണ്ടു
സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രപദം. തൊൽപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ടഹല്യയും കിൽബിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൾ. നിൻ തിരുവടിയുടെ നാമസങ്കീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികൾ 600 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമുദ്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയുമാശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനകഭേരി തൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസപൂർണ പരിവേഷങ്ങളോടും ആനതേർ കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യമാത്യാദികളോടും വേഗമോടയോധ്യയ്ക്കാം മറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. ഭാർഗവഗർവഭംഗം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ. മന്നവ, കുറഞ്ഞൊരു ഭീതിയുമുണ്ടാകുമിപ്പോൾ, പിന്നീടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദവുമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിക്ഷ്യൻ വെടവാനലസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരെ പരിത്രാഹി മാം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര, മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ, പരമേശ്വരപ്രിയ പരിപാലയാ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ
പിതൃഗണതർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ കാൽത്തളിരിണതവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ വൃദ്ധരോഷേണ വൻഹിജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാഹ്നാർക്കമണ്ഡലം പോലെ ദീപ്ത്യാ സത്വരം ശ്രീരാമനോടരുളിച്ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലു നില്ലരക്ഷണമെന്നോടു യുദ്ധം ചെയ്വാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ. അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയകുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പണ്ഡിസ്യന്തനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധി സ്വാശ്രമ കുലധർമ്മമിങ്ങനെ പാലിക്കുന്നു. നിൻ തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കലുദ്ഭവിക്കയും ചെയ്തേൻ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രുസംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിൻ തിരുവടിയുടെ ചിന്തിതമതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേബരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ. വില്ലും വാങ്ങി നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളി ചെയ്തിടേണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നീടവേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനാമാരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമ നന്ദാത്മകാ വിഷ്ണോ. ശ്രീരാമ രാമ രമാരമണ രഘുപതേ. ശ്രീരാമ രാമ പുരുഷോത്തമാ ദയാനിധേ. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ. ശ്രീരാമ ദശരഥനന്ദന ഹൃഷികേശ. ശ്രീരാമ രാമ കൗസല്യാത്മജാ ഹരേ. എങ്കിലോ പുരാവൃത്തം
കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാന്നിധേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ, ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളിച്ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാദ സിദ്ധിച്ചു. സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ, ചൊല്ലഴും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ. വല്ല ജാതിയുമവൻ മൽക്കലാംശജനല്ലോ, വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്ക. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ ധരിച്ചാലും. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുട തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുട തേജസ്സന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്താ ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനി എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തൻ നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. തൻ തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിസ്യന്തനസുതനല്ലോ നീ ജഗൽപതേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കനീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗത് സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുട രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാദിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാ നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിൻ തിരുവടി പാർത്താൽ. വന്ഹിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുട മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാസംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവത്തത്വം. സത്സംഗം കൊണ്ടും ലഭിച്ചിടിന ഭക്തിയോടും ത്വത്സേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാര പാരാവാരം തന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ. ത്വജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്ങൾ നിന്നൻപോടു വാക്യജ്ഞാനമുൾക്കാമ്പിലുദിച്ചിടും ത്വൽപ്രസാദത്താലപ്പോൾ. കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവചിന്മയ പദത്തിങ്കലാഹന്തലയിച്ചിടും. ത്വദ്ഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും. അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കേണം. ആകയാൽ ത്വൽപാദപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം.
പരശുരാമകൃത ശ്രീരാമസ്തുതി. നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാംപതേ നമസ്തേ വേദപതേ നമസ്തേ ദേവപതേ നമസ്തേ മഖപതേ നമസ്തേ ധരാപതേ നമസ്തേ ധർമ്മപതേ നമസ്തേ സീതാപതേ നമസ്തേ കാരുണ്യാബ്ധേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ, സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിൻ തിരുവടിയുള്ളിലെന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു, ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം. മാധവ രഘുപദേ രാമാ കാരുണ്യാംബുധേ. ഈ സ്തോത്രം മയാ കൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും. മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാംബുജഗതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം. അങ്ങിനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും. സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പുക്കിയിടിനാൻ. ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായാശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിയിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാനനുദിനം. കേകയ നരാധിപനാകിയ യുധാജിത്തും കൈകേയീ തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ. കേകയ നരാധിപനാകിയ യുധാജിത്തും കൈകേയീ തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ. ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടു നടന്നിടിനാരവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാർ അതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയേടിനാൻ. പാകശാസനമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മാനുഷാകൃതി പൂണ്ടു തന്നുട മായാദേവിയാകിയ സീതയോടുമൊന്നിച്ചു വാണാനയോധ്യാപുരി തന്നിലന്നേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. അയോധ്യാകാണ്ഡം.
ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. താർമകൾക്കൻപുള്ള തത്തേ വരികടോ, താമസശീലമകറ്റേണമാശുനി. ദാമോദരൻ ചരിതാമൃതമിന്നിയുമാമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ, ഭാർഗവിയാകിയ ജാനകി തന്നുട ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നുട ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പുക്കു. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനീപുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം ബുക്കു. വന്നിത് സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുട നാനാ ഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ, വിദ്രുമതുല്യാധരിയായ ഗൗരിയാമദ്രിസുതയുമാനന്ദവിവശയായി ഭർതൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായ തലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ. നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിന ശരഗുരു. നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ. നാളീകരമ്യവദനൻ നരകാരി നാളീകബാന്ധവ വംശസമുദ്ഭവൻ. ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ. രാക്ഷസവംശവിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ. ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ. വ്യക്തൻ അവ്യക്തൻ അനന്തനാനാമയൻ ശക്തിവിമുക്തൻ വിമുക്തഹൃദി സ്ഥിതൻ. ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ. വ്യക്തൻ അവ്യക്തൻ അനന്തനാമയൻ ശക്തിവിമുക്തൻ വിമുക്തഹൃദി സ്ഥിതൻ. നക്തഞ്ജരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടീല മുക്തിയും. ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ, മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലാദേവതാകാമുകൻ രാഘവൻ അങ്കജനാശനവന്ദിതൻ കേശവൻ. അങ്കജലീല പൂണ്ടന്തപ്പുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദളലോല വിലോചനൻ നീലോൽപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ. രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം. രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരം കൂണ്ടു പത്നിയാൽ വീജിതനായതി കോമളൻ. രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം. രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായതി കോമളൻ. ബാലനിശാകര ബാലദേശേലസൻ മാലേയ പങ്കമലങ്കരിച്ചങ്ങിനെ
ബാലാർക്ക സന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയ ഭാനുസമാനയാ സമം ലീലയാ താംബൂലചർവണാദ്യൈരതിവേലം വിനോദിച്ചിരുന്നരുളുന്നേരം. നാരദരാഘവ സംവാദം. ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. മുഗ്ധശരച്ചന്ദ്ര തുല്യ തേജസ്സൊടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം. നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാചമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം. നാനാവിഷയസംഗം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം. നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീകോദ്ഭവപുത്ര മഹാമുനെ. എന്നുട വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാൽ ഇനിയെന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനല്ലാമേ. ഇത്തമാകർണ്യ രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാപ്രജകളും. അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും. ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിതവർണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയയുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതുമവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി. സാരസ സംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി. ശീതകിരണൻ നീ രോഹിണി ജാനകി. ആതിഥേയാധിപൻ നീ ശചി ജാനകി. ജാതവേദസ്സു നീ സ്വഹാ മഹീസുത. അർക്കജൻ നീ
ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ചക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പൽക്കരി. സീതാരാജരാജൻ നീ വസുന്ധരാ ജാനകി. രാജപ്രവരകുമാര രഘുപദേ. രാജീവലോചന രാമാദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വദ്രുവം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തത്സർവവുമേവ നീ. ചേതോ വിമോഹനം സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും. നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരിഞ്ഞറിഞ്ഞങ്ങനെ സേവിച്ചു കൊൾവൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനമവ്യാകൃതമായതും. പിന്നെയതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വമെന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായോന്നല്ലോ. ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും. ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളൊരു ബാധിത്രയം. എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതുമന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ. നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെയോർക്കും വിധൗ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം. നാരായണ നരകാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ. ത്വൽക്കഥാനാമശ്രവണാദി കൊണ്ടുടനുൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വദ്ഭക്തഭൃത്യഭൃത്യന്മാരിലേകനെന്നൽപജ്ഞനാമെന്നെയും കരുതേണമേ. മായയാലെന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകദാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത. നിന്നുട പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നീവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണമുൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാനെ ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറൊന്നൊരുമ്പെട്ടിരിക്കുന്നതു. നീയും അതിനനുകൂലനായി വന്നിടും. പിന്നദ്ദശമുഖനെ കൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായി അരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ
ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായകതുമൂലം. കാലവിളംബനമെന്തിനെന്നല്ലല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം. കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധകർമ്മഫലൗഘക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മാറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരുമറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ 14 സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാന്വയ നാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന. നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കുമതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി